ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നാൾ ഉച്ചതിരിഞ്ഞാൽ ഊരി അരി വയ്ക്കാൻ നേരമില്ല എന്ന ചൊല്ല് കേട്ടിട്ടുണ്ടോ? ഞാനിത് പലപ്പോഴും കേൾക്കാറുണ്ടായിരുന്നു. എല്ലാ ഒരുക്കങ്ങളും ജോലികളും ഒക്കെ തീർത്തു വെച്ചാലും അമ്മ ഇടയ്ക്കിടെ വീട്ടിലിത് പറയുമായിരുന്നു. അങ്ങനെ തിരക്കുകളുള്ള ഒരു ദിവസം ഓണവിശേഷങ്ങൾ കേൾക്കാൻ കടുപ്പത്തിലൊരു കഥയിലെത്തിയിരിക്കുന്ന എല്ലാ വീട്ടമ്മമാർക്കും വീട്ടച്ഛന്മാർക്കും സ്നേഹത്തോടെ സ്വാഗതം. അത്തത്തോടെ അരങ്ങുണരുന്ന ഓണാഘോഷങ്ങളിൽ ഓണത്തല്ല് എന്നൊരു നാടൻ കലാരൂപത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. കായം കളി, അവിട്ടത്തല്ല് എന്നൊക്കെ അറിയപ്പെടുന്ന ഓണത്തല്ല് പണ്ട് കാലത്ത് ഓണനാളുകളിലെ ഒരു കായിക വിനോദമായിരുന്നു. കളരിപ്പയറ്റിൽ നിന്ന് ഉറവെടുത്തു എന്ന് പറയപ്പെടുന്ന ഓണത്തല്ല് പാലക്കാട് ജില്ലയിലെ പല്ലശ്ശന എന്ന ഗ്രാമത്തിലാണ് ഉണ്ടായിരുന്നത്. ഒരു പ്രാദേശിക വൈരത്തിന്റെ ഭാഗമായി ഉണ്ടായ ഈ കയ്യാങ്കളി മത്സരം 2 ഭാഗമായി തിരിഞ്ഞ് ആളുകൾ ആട്ടക്കളത്തിൽ അവതരിപ്പിക്കുന്നതാണ്. പിന്നീട് സാമൂതിരിയുടെ ഇടപെടലോടെയാണ് ഇതിലെ മത്സര്യം മാറി വിനോദമായി തീർന്നത്. തങ്ങൾ നയിക്കുകയും നടത്തുകയും ചെയ്ത എണ്ണമറ്റ യുദ്ധങ്ങളുടെ ഓർമ്മയ്ക്കായി നായന്മാർ ഇന്നും പാലക്കാട് ഭാഗങ്ങളിൽ ഓണത്തല്ല് അവതരിപ്പിക്കാറുണ്ട്. ആ മേഖലയിലെ ഓണത്തിന്റെ ഒഴിവാക്കാനാവാത്ത ഒരു വിനോദമാണിത്. ഓണക്കാലത്തുണ്ടായിരുന്ന മനം കുളിർപ്പിക്കുന്ന മറ്റൊരു കലാരൂപമാണ് തുമ്പിതുള്ളൽ. സ്ത്രീകളുടെ ഈ കലാരൂപത്തിൽ ആട്ടവും പാട്ടും ഇടകലരുന്നതാണ്. കായികക്ഷമതയുടെ കളികളിൽ പുരുഷന്മാർ മുഴുകുമ്പോൾ സ്ത്രീജനങ്ങൾ കൈകൊട്ടിക്കളിയിലും തുമ്പിതുള്ളലിലുമാണ് ആനന്ദം കണ്ടെത്തിയിരുന്നത്. നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ആഭരണങ്ങൾ അണിഞ്ഞ് മുടി നിറയെ മുല്ലപ്പൂവും ചൂടി വട്ടത്തിലിരുന്നാണ് സ്ത്രീകൾ തുമ്പിതുള്ളൽ അവതരിപ്പിക്കുന്നത്. സംഘത്തെ നയിക്കുന്ന പ്രധാനി നടുവിലിരുന്ന് കാതുകൾക്ക് ഇമ്പം തരുന്ന പാട്ടിന്റെ ആദ്യ വരികൾ പാടുന്നു. ചുറ്റുമുള്ളവർ അത് ഏറ്റുപാടുകയും കൈയടിക്കുകയും ചെയ്യുന്നു, കൈകൊട്ടുകയും ചെയ്യുന്നു. നിരവധി പാട്ടുകളും ഒപ്പത്തിനുള്ള താളബദ്ധമായുള്ള കൈകൊട്ടലും ഒക്കെ ചേർന്നതാണ് തുമ്പിതുള്ളൽ. ഇന്നത്തെ പോലെ സ്വതന്ത്രമായി സ്ത്രീകൾ സമൂഹത്തിൽ ഇടപഴകാതിരുന്ന ഒരു കാലത്ത് വർണ്ണാഭമായ വേഷഭൂഷകളോടെ ആനന്ദിക്കുന്ന ആ ഒരു കാഴ്ച തന്നെ കണ്ണുകൾക്ക് ഓണമായിരുന്നിരിക്കണം. ചിങ്ങത്തിലെ തിരുവോണം കഴിഞ്ഞ് കന്നിയിലെ തിരുവോണമാണ് 28ാം ഓണം എന്ന് പറയുന്നത്. ഇതോടനുബന്ധിച്ച് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നടക്കുന്ന ആഘോഷമാണ് കാളകെട്ട്. ഒരു ജോഡി കാളകളുടെ രൂപങ്ങൾ കെട്ടിയുണ്ടാക്കി അവയെ പരബ്രഹ്മ ക്ഷേത്ര പരിസരത്ത് നിരത്തിയാണ് ഈ ആഘോഷം കൊണ്ടാടുന്നത്. ഇങ്ങനെ കെട്ടുന്ന കാളരൂപങ്ങളെ കെട്ടുകാളകൾ എന്നാണ് പറയുന്നത്. ഓണാട്ടുകരയിലെ 52 കരക്കാരുടെയും വകയായി മത്സര ബുദ്ധിയോടെ കെട്ടുകാളകളെ അണിയിച്ചൊരുക്കും. സമൃദ്ധമായ വിളവെടുപ്പിന് സഹായിച്ച കാളകൾക്കും അത് ദേശദേവനായ പരബ്രഹ്മത്തിനും നന്ദി പറയാനായി കാളയുടെ രൂപവും വിളവിന്റെ പങ്കുമായി കർഷകർ മുൻപ് ഓച്ചിറ ക്ഷേത്രത്തിൽ എത്തിയിരുന്നതിന്റെ ഓർമ്മകളാണ് ഇപ്പോഴത്തെ കാളകെട്ടുത്സവമായി മാറിയത്. ഓണം എന്ന വലിയ ആഘോഷത്തിന്റെ ഭാഗമായി ഇങ്ങനെ നിരവധി വിനോദങ്ങളിലാണ് കേരളക്കര ആനന്ദിക്കുന്നത്. വലിയ തോതിലുള്ള വള്ളംകളി മത്സരങ്ങൾ മുതൽ ചെറിയ ക്ലബ്ബുകൾ നടത്തുന്ന വടംവലിയിൽ വരെ എത്തി നിൽക്കുന്നു ഓണം എന്ന ഉത്സവം. ഓണവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ എല്ലാം തന്നെ ഓരോ നാടും അവിടുത്തെ പ്രാദേശിക സംസ്കാരത്തിനും ചരിത്രത്തിനും അനുസരിച്ച് രൂപപ്പെടുത്തി എടുത്തതാണ്. ഉദാഹരണമാണ് കുമ്മാട്ടിക്കളിയും ആറന്മുള വള്ളംകളിയും തൃശ്ശൂരിലെ പുലികളിയും ഓച്ചിറയിലെ കാളകെട്ടുത്സവവും. ഒരു കാര്യം കൂടെ പറയട്ടെ, ആറന്മുള വള്ളസദ്യ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്കായി KSRTC ബജറ്റ് ടൂറിസം വഴി ഇത്തവണ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. മുൻകൂട്ടി തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ അവർ നമ്മളെ കൊണ്ടുപോയി ആറന്മുള വള്ളസദ്യ കഴിപ്പിച്ച് തിരികെ കൊണ്ടുവരും. ഓണവിരുന്നുകളും ഓണ സന്ദർശനങ്ങളും മാത്രമല്ല, ഓണവെയിലും ഓണനിലാവും ഓണത്തുമ്പികളും ഒക്കെ ചേരുന്നതാണ് ഓണം എന്ന ആഘോഷം. ഉത്രാട രാത്രിയിലെ നിലാവ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത്തവണ ഒന്ന് നോക്കൂ. മുഗ്ധമാവുക എന്നതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാവും. അത്ര മനോഹരമാണ്. ഉത്രാടരാത്രിയിൽ മുടിയിൽ നീ ചൂടിയ പിച്ചിപ്പൂ മണക്കുന്നു വാടിയിട്ടും എന്നൊക്കെ ശ്രീകുമാരൻ നമ്പി സാർ ഓണപ്പാട്ടിൽ എഴുതിയത് വെറുതെ അല്ല എന്ന് മനസ്സിലാകും. ഇത്തിരി കാൽപ്പനികതയൊക്കെ ഇല്ലാതെ എന്ത് ജീവിതമാണ് ഇന്നത്തെ